കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് ശ്രീ അജിത് ലോറൻസിന്റെ പലായനകാലത്തെ പതിവ്രതകൾ എന്ന കഥാസമാഹാരത്തിലെ ശീർഷക കഥയാണ്. കേൾക്കാം. പലായനകാലത്തെ പതിവ്രതകൾ. എനിക്ക് മാംസളവും പേശീനിർമ്മിതവുമായ ഒരു തരള ഹൃദയമാണുള്ളത്. എൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന മഹാധമനിയുടെ അനേകം ശാഖകൾ ചെന്നെത്തപ്പെടുന്നതിലെ 8 തുറമുഖങ്ങളുടെ തീരത്തെ അന്തേവാസികളായ എൻ്റെ ഒരു കൂട്ടം മക്കളുടെ കഥയാണ് ഞാൻ വായിക്കുന്നത്. ധമനികളും സിരകളും കൂട്ടിമുട്ടുന്ന ഈ തുറമുഖങ്ങളുടെ തീരവും അവിടുത്തെ അന്തേവാസികളും സാംസ്കാരികമായ എന്തൊക്കെയോ പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹ ശ്രദ്ധ വരെ നേടിയിരിക്കുന്നു. അവരുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിൻ്റെ കഥയാണിത്. ആണ്ടവൻപാറ എന്നാണ് ഈ തുറമുഖത്തെ മൊത്തത്തിൽ ഗൂഗിൾ ശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാധമനിയിൽ നിന്നും ഒഴുകുന്ന എൻ്റെ ജീവധമനികളെ തെരഞ്ഞെടുത്ത 8 സുഗന്ധി നദി ശാഖകളെന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. പതിവ്രതകളായ കാമുകിമാരുള്ള ദേശമെന്ന് ഖ്യാതി നേടിയതാണ് ആണ്ടവൻപാറ രാജ്യത്തെ സുഗന്ധി നദിയുടെ ശാഖകളിലെ വിവിധ തീരങ്ങൾ. ഇവിടുത്തെ കുടുംബിനികളുടെ പാതിവ്രത്യത്തിൻ്റെ കഥകൾ അറിയുന്ന അന്യദേശക്കാർ ഈ നാട്ടിലേക്ക് മക്കളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ അല്പം മറയ്ക്കും. മക്കൾ ആണായാലും പെണ്ണായാലും അന്യദേശത്തെ മാതാപിതാക്കൾക്ക് ഒറ്റ തീരുമാനമാണ് ഇക്കാര്യത്തിൽ. മകളെയാണ് ഇവിടേക്ക് അയക്കേണ്ടതെങ്കിൽ മറ്റൊരു പതിവ്രതയായി തങ്ങളുടെ മകളും അധികം വൈകാതെ അറിയപ്പെടും. മകനാണെങ്കിൽ അണ്ടിപ്പശുവായി മാറുമെന്നുള്ള ഭയം. എന്നാൽ സുഗന്ധി നദീതട സംസ്കാരത്തെക്കുറിച്ചറിയുന്ന എല്ലാ യുവാക്കൾക്കും ചിലപ്പോൾ വൃദ്ധന്മാർക്കു പോലുമുള്ള അടക്കാനാകാത്തതും തീവ്രവുമായ ജീവിതാഭിലാഷമാണ് കുറച്ചു കാലമെങ്കിലും ഈ നദീതട സംസ്കാരം അനുഭവിക്കുക എന്നത്. അന്യദേശത്തെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പതിവ്രതകളോട് അസൂയയാണ്. അവർ പതിവ്രതകളുടെ സർവതന്ത്ര സ്വാതന്ത്ര്യ ജീവിതത്തെക്കുറിച്ച് ഉച്ചത്തിൽ അടക്കം പറയുന്നത് പതിവാണ്. സുഗന്ധി നദിയുടെ തീരങ്ങളിലെ പതിവ്രതകളായ കുടുംബിനികളുടെ പ്രണയകഥകൾ കേട്ടറിഞ്ഞ് സമീപ ഗ്രാമങ്ങളിലെ യുവാക്കളും മധ്യവയസ്കരും ഒറ്റയ്ക്കും ഇരട്ടയ്ക്കും അവരുടെ വീടുകൾക്കരിയിലൂടെ ലക്ഷ്യമില്ലാതെ എന്ത് ഏത് എന്നൊന്നും അറിയാത്ത പോലെ കറങ്ങി നടക്കും. ഇവിടുത്തെ സുഗന്ധം പരത്തുന്ന തെക്കൻ കാറ്റ് ആത്മാവിലണിയാൻ ആഗ്രഹിക്കാത്ത പുരുഷന്മാർ കുറവാണ്. ഇംഗ്ലണ്ടിന് തെംസ് നദീതട സംസ്കാരവും ജർമ്മനിക്കും ഹോളണ്ടിനും റൈൻ നദീതട സംസ്കാരവും പോലെയാണ് സുഗന്ധി നദിയുടെ തീരങ്ങളിലെ പൂക്കാട്ടുമൂല, പോച്ചച്ചിറ, പൊയ്യനാട്, കരിക്കിൻപുഴ, പുതുതോപ്പ് ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സംസ്കാരം. തെങ്ങും പനയും കാട്ടുവൃക്ഷങ്ങളും ക്രമരഹിതമായി വളർന്നു നിൽക്കുന്ന ഗ്രാമങ്ങളിൽ ഇടവഴികളും ഊടുവഴികളുമൊക്കെയുണ്ട്. ഓരോ ഊടുവഴിയും ഏതെങ്കിലും ഒരു പതിവ്രതയുടെ വീട്ടിലേക്കുള്ള കുറുക്കുവഴിയായിരിക്കും. വീടുകൾ 600-700 മീറ്റർ അകലത്തിലാണ്. അതിനാൽ തന്നെ ജനവാസം കുറവാണെന്ന് ഏതൊരാൾക്കും തോന്നും. തീരം വിടാൻ തയ്യാറുള്ളവനെ മറുകര കാണാനാകൂ എന്ന മന്ത്രമാണ് ഇവിടുത്തുകാരുടെ ജീവിത വിജയത്തിനു പിന്നിൽ. ഡച്ചുകാരനായ ഒരു മിഷനറി പാതിരി പഠിപ്പിച്ചതാണത്രേ ഈ മന്ത്രം. അതിനാൽ പുരുഷായുസ്സിൻ്റെ ഏറിയ കാലവും അതിരുകളില്ലാത്ത പലായനത്തിൻ്റെ ലോകത്താണ് ഇവിടുത്തെ പുരുഷന്മാർ. ദാരിദ്ര്യത്തിൻ്റെയും വ്യാകുലതകളുടെയും ആകുലതകളുടെയും കാലം അകറ്റാൻ ദൈവദൂതൻ കാണിച്ച വഴിയെ പലായനം ചെയ്തവരുടെ ശേഷിച്ച ഗ്രാമവും അവിടുത്തെ അന്തേവാസികളും പരിസര ഗ്രാമങ്ങളിലെ ജനത്തിന് എന്നും അസൂയയാണ്. വിദേശ അധിനിവേശ കാലം മുതൽ തുടങ്ങിയതാണ് മെച്ചപ്പെട്ട സാമ്പത്തിക മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ഇവിടുത്തെ യുവാക്കളുടെ പലായനം. ഒരു സംസ്കാരം പോലെ പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇന്നും തുടരുന്ന പലായനം. മറുകര തേടിയുള്ള ഇവിടുത്തുകാരുടെ പലായനം കാരണം പുരുഷന്മാരുടെ ക്ഷാമം പെരുത്തനുഭവിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളാണ്. വാർദ്ധക്യകാല കുടുംബജീവിതത്തിൽ യാതനകളില്ലാതിരിക്കാൻ പുരുഷന്മാർ മറുകര തേടുന്നു. അതിനാൽ എന്തും ഏതും സാധിക്കാൻ നാട്ടിൽ സ്ത്രീകൾ തന്നെ പുറത്തു പോകണം.
അതിനാൽ ഇവിടുത്തെ സ്ത്രീകൾ എപ്പോഴും പുറത്തു പോകാൻ സന്നദ്ധരായി ചമഞ്ഞൊരുങ്ങി നിൽക്കും. അതിജീവനത്തിനുള്ള പുരുഷന്മാരുടെ പലായനങ്ങൾക്കിടെ പുറത്തു പോകുന്ന പതിവ്രതകളുടെ വികാരങ്ങൾ അതിരുവിടുന്നുവെന്ന് അയൽദേശത്തെ സ്ത്രീകൾ കണ്ടെത്തുന്നു. പലപ്പോഴും താല്പര്യമുണ്ടായിട്ടു തന്നെന്ന് കൂട്ടിക്കോളൂ. ഒരു പുരുഷന് 4 സ്ത്രീ എന്നതാണ് ഈ ഗ്രാമങ്ങളിലെ കാനിഷുമാരി കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഭർത്താവെന്ന് പറയുന്നത് മൃഗമോ പച്ചക്കറിയോ ധാതുലവണമോ എന്നറിയാനുള്ള സമയം പോലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ഒരാഴ്ച, 2 ആഴ്ച, അത്രമാത്രം. അതിനിടെ കോമളന്മാർ പെട്ടിയുമെടുത്ത് പലായനം ആരംഭിക്കുകയായി. പിന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്ന രാത്രികാലങ്ങളിലെ ഫോണിലൂടെയുള്ള കൊഞ്ചലും കെഞ്ചലും, ഒരുമാതിരി തണുപ്പൻ ജന്തുക്കൾ. ഇവിടെ സ്ത്രീകൾ 10 മാസത്തിൽ അമ്മയാകുന്നു, പെട്ടെന്ന് പതിവ്രതാപട്ടം നേടുന്നു. ഭർത്താവ് എന്നത് വെറും പൊള്ളയായ വാക്കാണ്. വിളർത്ത, അറൊമാറ്റിക്കായ, ശൃംഗാര തൽപരരല്ലാത്ത ഒരുതരം രസംകൊല്ലി ഗൗരവക്കാരൻ. ചായമിളകിയ, അതുമല്ലെങ്കിൽ കരിഞ്ഞുപോയ പലഹാരം പോലെയുള്ള വെറുമൊരു സംജ്ഞ മാത്രം. ഇത് ഇവിടുത്തെ ഒരു സ്ത്രീയുടെ മാത്രം അഭിപ്രായവും അനുഭവവുമല്ല. അതിനാൽ ആർക്കും പരാതിയില്ല. പെട്ടെന്ന് പതിവ്രതകളാകുന്നതാണ് രസകരമത്രേ. കാരണം മധുവിധു പ്രണയത്തിൻ്റെ സുഗന്ധം ഒരിക്കലും ഇവരെ വിട്ടുമാറുന്നില്ല. ഈ ദേശത്തെ മറ്റൊരു കൂട്ടം സ്ത്രീകൾക്ക് ഒരിക്കലും ഒടുങ്ങാത്ത പാപജാതകമാണ്. ആ പാപജാതകം മാറ്റാൻ വളരെ മുന്തിയൊരു പാപം പലതവണ ആവർത്തിച്ചു ചെയ്യണമെന്നാണ് ദേവപ്രശ്നം പറയുന്നതത്രേ. അക്കൂട്ടർ അതിരാവിലെ തന്നെ അപ്പം, ഇടിയപ്പം, പുട്ട് തുടങ്ങിയ പ്രാതൽ ഭക്ഷണം വിറ്റുകഴിഞ്ഞ് സ്നാനകർമ്മം കഴിച്ച് പതിവ്രത ചമഞ്ഞ് അമ്പലത്തിൽ പോയി പൂജാരിയെയും ശാന്തിക്കാരനെയും കണ്ട് വെറ്റിലയിൽ പ്രസാദവും വാങ്ങി മടങ്ങുന്നു. ചിലപ്പോൾ പ്രശ്നം വെച്ചറിയാൻ നട്ടുച്ചയ്ക്കും സന്ധ്യയ്ക്കും ശാന്തിക്കാരനെയും കണിയാനെയും കാണാൻ പോകേണ്ടി വരുന്നു. പ്രശ്നം ഒരിക്കലും തീരുന്നില്ലെന്നതാണ് അവസ്ഥ. അതിനാൽ മാരകപാപം ആവർത്തിക്കുന്നു ഇക്കൂട്ടർ, ഒരു ദിനചര്യ എന്ന പോലെ. വേറൊരു കൂട്ടർ എല്ലാ അർത്ഥത്തിലും വേറിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ആണ്ടവൻപാറ ദേശത്തിൻ്റെ വടക്കുഭാഗത്ത് തലതിരിഞ്ഞൊഴുകുന്ന സജിനി മജിനി നദികളുടെ കരയിലെ വണ്ടാനപ്പള്ളി നിവാസികളാണിവർ. ഇവിടെ സ്ത്രീകൾ വീട് വിട്ട് പുറത്തു പോകാതെ തന്നെ എല്ലാം അടച്ചിട്ട മുറികളിൽ പരമരഹസ്യമായി കാര്യങ്ങൾ നടത്തുന്നു. പരമകാരുണികനോടുള്ള പ്രാർത്ഥന ഉൾപ്പെടെ നടത്തുന്നത് അടച്ചിട്ട മുറികളിലാണ്. മറ്റു ദേശങ്ങളിൽ പുരുഷന്മാർ പലായനം നടത്തുമ്പോൾ ഇവിടെ സജിനിയുടെയും മജിനിയുടെയും തീരത്ത് നിന്നുള്ള സ്ത്രീകളാണ് മധ്യപൂർവ്വദേശത്ത് പ്രധാനമായും പലായനത്തിന് ഇറങ്ങുന്നത്, തലതിരിഞ്ഞൊഴുകുന്ന നദികൾ പോലെ. ഇക്കൂട്ടരുടെ പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നത് നിയമമത്രേ. അതിനാൽ ഇവിടുത്തെ സ്ത്രീകളും പരപരാഗണം പാപമായി കൂട്ടുന്നില്ല. അവരുടെ പലായന ദേശത്തും അവർ എല്ലാ വാതായനങ്ങളും അടച്ച് അരണ്ട വെളിച്ചത്തിൽ എല്ലാം സാധിക്കുന്നു. സ്ത്രീകളെന്ന നിലയിൽ ഇവരുടെ പലായന ജീവിതം താൽക്കാലികമാണ് എന്ന് മാത്രം. മഴ കാത്തു കഴിയുന്ന വൃക്ഷലതാദികൾ. പ്രകൃതിയിൽ പൊതുവെ വരൾച്ചയും മന്ദതയും. പക്ഷേ മാദകമൊത്ത കാതര കളേബരകളായ പതിവ്രതകളെ പ്രകൃതിയുടെ മുരടിപ്പും മന്ദതയും ബാധിക്കുന്നില്ല. ഇതിന് കാരണം പതിവ്രതകൾ എപ്പോഴും മൗലികമായി പ്രണയതൽപരരും തരളമാനസരുമായതിനാലാണെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. സുഭഗകളായ കുടുംബിനികളെ തേടിയുള്ള ഭാഗ്യാന്വേഷികളിൽ വൈദിക സന്യസ്തരും പൂജാരിമാരും ഉസ്താദുമാരും ശാന്തിക്കാരും പെടുന്നുണ്ടത്രേ. കാരണം സാധാരണ മനുഷ്യർക്ക് വിവാഹ ജീവിതത്തിൽ നിന്നും കിട്ടുന്നതിനുമപ്പുറം അസുലഭമായ ഒരു പ്രണയജീവിതം എല്ലാത്തരം പുരുഷന്മാരെയും ഇവിടെ കാത്തിരിക്കുന്നു. മധുവിധു പ്രേമത്തിൻ്റെ നിർമ്മണം ഒരിക്കലും വിട്ടുമാറാത്ത പതിവ്രതകൾക്ക് സമാധാനവും ശാന്തിയും നേരുകയാണ് പുരോഹിത ശ്രേഷ്ഠന്മാരുടെയും ലക്ഷ്യം. കൗമാരസ്മൃതികളിലെ അർത്ഥരഹിതമായ ഏതോ ചില തോന്നലുകളാണ് വ്രതമനുഷ്ഠിക്കുന്ന സന്യസ്തരെപ്പോലും പലായനത്തിൻ്റെ ശേഷിപ്പുകളായ പതിവ്രതകളുടെ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഗർഭപാത്രത്തിൽ കയറിയിറങ്ങാൻ കൊതിപ്പിക്കുന്നത്. ശരിക്കും ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപൂർവ യുവാക്കൾക്കും ഏറെ കായബലം പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്താനാകുന്നവർക്കും മാത്രമേ സുഗന്ധി നദിയിൽ ഇറങ്ങി നീന്തിക്കുളിച്ച് കരകയറാൻ സാധിച്ചുള്ളൂ എന്ന് സാക്ഷിമൊഴികൾ. ഏറെ പേർ ഇവിടെ വിജയിക്കുന്നില്ല.
വിജയിച്ചുവെന്ന് വീമ്പിളക്കുന്നവർ അതാ അവിടെ അണ്ടിപ്പശുവായി കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന് ആക്ഷേപം. സന്യാസം ഉപേക്ഷിച്ചവരും ഇക്കൂട്ടരിലുണ്ട്. പതിവ്രതകൾ ആരെയൊക്കെയോ കാത്ത് സല്ലാപ അറയിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. എന്നാൽ ഇവിടുന്ന് പലായനം ചെയ്ത കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ചിലർ അവിടെ ചീനക്കാരികളുടെ അണ്ടിപ്പശുക്കളായും മാറുന്നുണ്ട് എന്നതാണ് പുതിയ വാർത്ത. പട്ടിണിയും ദാരിദ്ര്യവും അതിജീവിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലായനം ചെയ്തവരാണ് ചൈനക്കാരും. യൂറോപ്പിലും മറ്റും ചൈനക്കാരികളാണ് ലൈംഗിക തൊഴിലാളികളായി അധികവും മാറിയിരിക്കുന്നത്. പതിവ്രതകൾ എപ്പോഴും കുളിച്ച് ചമഞ്ഞൊരുങ്ങി മാത്രമേ വീട്ടിൽ പോലും നിൽക്കാറുള്ളൂ. അവർ എവിടെയാണെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്നു, വെളുക്കെ ചിരിക്കുന്നു. അതിനാൽ പരിസരത്ത് പതിവ്രതകളുണ്ടെങ്കിൽ നാലാൾ അറിയും. വീട്ടിനു മുറ്റത്തും സ്വീകരണമുറിയിലുമാണ് പതിവ്രതകൾ അധിക സമയവും നിൽക്കാറുള്ളത്. സല്ലാപപുരയിലെ പതിവ്രതകളുടെ കളിയും ചിരിയും ഉറക്കെയുള്ള സംസാരവും കേൾക്കുകയേ വേണ്ടൂ. കാമുകന്മാർ വരവായി. അവർ പല പല കാരണങ്ങൾ പറഞ്ഞ് താന്താങ്ങളുടെ പ്രണയിനിമാരുടെ സല്ലാപ അറകളിൽ കയറിക്കൂടും. അവിടുന്ന് തരാതരം കിടപ്പുമുറി വരെയും എത്തുന്നുണ്ടെന്ന് അസൂയാലുക്കളായ അയൽദേശക്കാർ പറഞ്ഞു നടക്കുന്നു. ചില കാമുകന്മാർ മധ്യപൂർവ്വദേശത്തെയും യൂറോപ്പിലെയും അമേരിക്ക തുടങ്ങിയുള്ള ഗോളാന്തര പലായന വിശേഷങ്ങൾ അതുവഴി പോകവെ പങ്കുവയ്ക്കാനെന്ന വ്യാജേനയും അയൽപ്പക്ക സൗഹൃദം പുതുക്കുന്ന മാതിരിയും വിദൂഷകന്റെ ഭാവത്തിലും സല്ലാപ അറകളിൽ കടന്നുകൂടും. മറ്റു ചിലർ യാത്രാമധ്യേ തീയും തീപ്പെട്ടിയും തേടി പതിവ്രതകൾക്കരികിൽ കയറിപ്പറ്റും. പതിവ്രതകളുടെ സല്ലാപ അറകളിൽ ചില കാമുകന്മാർക്ക് സ്വയം അനുവദിച്ചു നൽകിയ ഒരു കുടിയേറ്റം അല്ല, താൽക്കാലിക പലായനം. സിരകളിൽ നുരഞ്ഞു പൊന്തുന്ന കാമത്തെ സാന്ത്വനപ്പെടുത്താനുള്ള ഒരു അന്യൻ്റെ പരസഹായവും മാത്രമാകാം കിടക്കറയിലേക്ക് വരെയുള്ള ഈ താൽക്കാലിക പലായനവും. ലല്ലലമൊഴുകുന്ന സുഗന്ധി നദിക്കരയിലെ പതിവ്രതകളുടെ മൃഗതൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ പ്രകൃത്യാലുള്ള പരപരാഗമെന്ന സൽക്കർമ്മമായും ഇത് പറയപ്പെടുന്നുണ്ട്. പതിവ്രതകൾ കൂട്ടത്തോടെ സംഘടിച്ചു മാത്രമേ ആഘോഷങ്ങൾക്കും മറ്റും പോകാറുള്ളൂ. അത് പള്ളിത്തിരുനാളിനാണെങ്കിലും അമ്പല ഉത്സവത്തിനാണെങ്കിലും നഗരത്തിൽ സിനിമയ്ക്കാണെങ്കിലും. ഒരു കൂട്ടം സുന്ദരി പതിവ്രതകൾ എവിടെയും ഒന്നിച്ചുണ്ടാകും. ചലപില ചലപില ചിലച്ചുകൊണ്ടുള്ള പതിവ്രതകളുടെ സാന്നിധ്യം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. പതിവ്രതകൾ കടന്നുപോയ വഴികളിൽ ഉന്മത്തമേകുന്ന വിദേശത്തു നിന്നുള്ള അത്തറിൻ്റെയും ഊതിൻ്റെയും നറുമണം തങ്ങി നിൽക്കുന്നു. ഈ നറുമണത്തിന് പിന്നാലെ റസ്പുട്ടിനുകൾ പാഞ്ഞു പോകുന്നു. സ്നേഹിച്ച് വിവാഹം കഴിച്ച പതിവ്രതകൾ പോലും ഈ കൂട്ടായ്മയിലെത്തുമ്പോൾ പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിലെ കാമുകരുമൊത്തുള്ള ഭോഗാനുഭവ കഥകൾ പറഞ്ഞ് രസിക്കുന്നു. പതിവ്രതകളുടെ സൗഹൃദം മുതലെടുത്ത് സ്വർണ്ണക്കട മുതലാളിമാരായവരാണ് ചാല, ചിന്നക്കട, മിഠായി തെരുവ്, തൃശ്ശിവപേരൂർ തുടങ്ങിയ തട്ടാരക്കുണം തെരുവുകളിലെ അധികം പേരും. കവലകളിലെ പെട്ടിക്കടകൾക്ക് മുന്നിൽ നിന്ന് പഴയ സ്വർണം ഇവിടെ വിൽക്കാം, പഴയ സ്വർണം വിൽക്കാനുണ്ടോ എന്നിങ്ങനെ വിളിച്ചു നടന്ന നീലക്കണ്ണുകളോടുകൂടിയ പല ചെറുകിട ബ്രോക്കർമാരും പതിവ്രതകളുടെ അടുപ്പക്കാരായിരുന്നു. അണ്ടിപ്പശുക്കളായ ഭർത്താക്കന്മാർ ആണ്ടുതോറും പതിവ്രതകൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കട്ടികൾ, സ്വർണ്ണ നാണയങ്ങൾ ഇവയുപയോഗിച്ച് പുതിയ മോഡലുകൾ നിർമ്മിക്കുക, വിദേശ നിർമ്മിത സ്വർണ്ണാഭരണങ്ങളുടെ പുതുക്കിപ്പണിയും അഴിച്ചുപണിയും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ബ്രോക്കർമാരുടെയും തട്ടാന്മാരുടെയും സുവർണകാലം ആരംഭിച്ചത്. ഇന്നത്തെ ഒട്ടുമിക്ക ബ്രാൻഡഡ് ജുവല്ലറികളുടെ മുതലാളിമാരും പണ്ട് പതിവ്രതകളോടും മാനമാരോടും ആഴത്തിൽ ബന്ധം പുലർത്തിയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആയിരുന്നുവെന്ന് ചില മാനമാരെങ്കിലും ഓർക്കും. ഇവിടുത്തെ നിലാവ് പോലും പ്രണയസാന്ദ്രമാണ്, പ്രത്യേകിച്ച് ചൈത്രമാസ രാവുകളിൽ.
നദിയിൽ തിളങ്ങുന്ന നിലാവ് ഒഴുകി നടക്കുന്ന പോലെയാണ് ഗ്രാമാന്തരീക്ഷത്തിൽ അങ്ങുമിങ്ങും പതിവ്രതകളും നടക്കുന്നത്. ഈ പ്രദേശത്തെ നദിയുടെ ശാഖകൾ കടലിൽ സംക്രമിക്കുമ്പോഴുള്ള തെക്കൻ കാറ്റ് മൃദുലമായി വീശിയടിച്ചുകൊണ്ടിരിക്കും. പതിവ്രതകളുടെ അധരങ്ങളിലും കപോലങ്ങളിലും നിലാവ് വീണു കിടക്കും. അഗാധവും ശ്യാമസുന്ദരവുമായ കണ്ണുകളിൽ നിലാവ് ആർദ്രമായി കൈകൾ നീട്ടും. നിലാവ് പെയ്യുന്ന ഉന്മത്തമായ കാറ്റിൻ്റെ ഓരോ രാത്രിയും കടന്നു പോകുമ്പോൾ പതിവ്രതകളിൽ മൃഗകാമനകൾ ഉണരുന്നു. അവർ രാവ് പുലരാൻ കാത്തിരിക്കുന്നു, അവരുടെ കാമുകന്മാരെ ആർത്തിയോടെ പുൽകാൻ. പ്രായത്തിൽ 20 കഴിഞ്ഞ് 50 കുടുംബിനികളെയാണ് പതിവ്രതകൾ എന്ന് വിളിക്കുന്നത്. ആകർഷണീയമായ മാദകത്വം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധം. പതിവ്രതകളുടെ ആത്മാവിനുള്ളിലെ ഭാവുക മന്ത്രം പ്രണയം, ഉന്മാദം, ആസക്തി, ആർഭാടം എന്നിവയാണ്. പ്രായം പ്രണയത്തിന് ബാധകമല്ല, മനസ്സാണ് പ്രധാനം. ഏതു പ്രായവും പ്രണയ സംക്രമണത്തിനുള്ളതാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടത്രേ. ക്രിസ്തുമസ്, പുതുവത്സര ദിനങ്ങൾ പതിവ്രതകൾക്ക് ആഘോഷങ്ങൾക്ക് പുറമെ പ്രൗഢിയുടെയും അല്പത്തരങ്ങളുടെയും മത്സരങ്ങളുടെയും ദിനങ്ങൾ കൂടിയാണ്. ആരെ ഏറ്റവും വലുതും ആകർഷകവുമായ പുൽക്കൂടും അലങ്കാരങ്ങളും ഒരുക്കും എന്നതാണ് മത്സരം. വിദേശ പണത്തിൻ്റെയും താന്താങ്ങളുടെ ജാരന്മാരുടെയും കൂടി സാമർഥ്യം അറിയിക്കാനുമുള്ള പതിവ്രതകളുടെ അവസരമാണത്രേ മഞ്ഞു പൊഴിക്കുന്ന ക്രിസ്തുമസ്, പുതുവത്സര ദിനരാത്രങ്ങൾ. കാമുകന്മാർക്കും അവധിക്ക് നാട്ടിലുള്ള അണ്ടിപ്പശുക്കളായ ഭർത്താക്കന്മാരെ മയക്കിക്കിടത്താനും പട്ടച്ചാരായത്തെ തോൽപ്പിക്കുന്ന വീര്യം കൂടിയ വീഞ്ഞുണ്ടാക്കുകയാണ് അപ്പക്കാളകളായ പതിവ്രതകളുടെ മറ്റൊരു വിനോദം. തരുണികളുടെ കൗമാര സ്വപ്നങ്ങളിൽ നാമ്പിടുന്ന ആർദ്ര ചിന്തകൾ പിന്നെ പതിവ്രതകളുടെ ഒടുങ്ങാത്ത ആസക്തിയിലെത്തിച്ചേരുന്നു. ആസക്തിയെ തൃപ്തിപ്പെടുത്തുകയെന്ന വിദ്യ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇവിടെ. സ്നിഗ്ധതകളെ പരിലാളിക്കുന്ന വിദ്യകൾ പരമ്പരാഗതമായാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. അമേരിക്കയിൽ 60കളിലും യൂറോപ്പിൽ 70കളിലും ലൈംഗികാസക്തിയെ തൃപ്തിപ്പെടുത്തി നടക്കുന്നവരുടെ കൂട്ടത്തെ ആനന്ദമാർഗികൾ എന്നറിയപ്പെട്ടിരുന്നു. പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി തങ്ങളുടെ പുരുഷന്മാർ പലായനം ചെയ്ത കാലത്തെ അമേരിക്കയിലെയും യൂറോപ്പിലെയും ആനന്ദമാർഗികളുടെ കഥകളും അപ്പപ്പോൾ പതിവ്രതകളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദമാർഗികളുടെ കഥകളിൽ നിന്നും ഉന്മത്തരാകുന്നവരാണ് ഇന്നാട്ടിലെ പതിവ്രതകളും. ഒരു ഭാര്യയെ ആവശ്യമുള്ളവർ വിവാഹം കഴിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീയാകുന്നതും സ്ത്രീയായി തീരുന്നതും 2 കാര്യമാണെന്നാണ് പതിവ്രതകളുടെ വാദം. ഇവിടുത്തെ പതിവ്രതകൾ ആഗ്രഹിക്കുന്നത് വെറുമൊരു ഭർത്താവിനെ മാത്രമല്ല, നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തോടു കൂടിയ കരുത്തനായ പുരുഷനെയാണ്. സ്നേഹത്തിൻ്റെ മുഖ്യധാതു ശരീരമാണ്. തുടക്കവും ഒടുക്കവും എല്ലാം ശരീരം തന്നെ. സ്നേഹം നൈസർഗികമാണ്, ജീവത്താണ്. സ്നേഹം ലൈംഗികമാണ്. ശാരീരിക ബന്ധമില്ലാത്ത സ്നേഹം ശൂന്യതയാണ്. പ്രണയത്തെയും മാദകത്തെയും ഉന്മാദത്തെയും തണുപ്പിക്കുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് വിവാഹമെന്ന് ഇവിടുത്തെ കുടുംബിനികൾ വിശ്വസിക്കുന്നു. ഒരാളുടെ ഭാര്യയോ ഭർത്താവോ ആയിപ്പോയി എന്ന കാരണത്താൽ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയുമൊത്ത് കഴിയണമെന്ന് കടപ്പാടൊന്നുമില്ലത്രേ ഇവർക്ക്. ഗുണനപ്പട്ടിക ചൊല്ലുന്ന പോലെ ബന്ധം വ്യക്തിപരമായ ഒന്നല്ല. ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട മനക്കണക്ക് പോലെയാണെങ്കിൽ ആ ബന്ധം ബന്ധനമാണ്. അത് കേവലം ഏകാധിപത്യമാണ്, ആത്മവഞ്ചനയാണ്. മിക്ക ആളുകളും, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പുരുഷ മേധാവിത്വത്തിൻ്റെ എക്കാലത്തെയും അനീതിയാണ്. പിതൃമേധാവിത്വമാണിവിടെ. മാതൃത്വത്തെ തികച്ചും അവഗണിക്കുകയാണ്. ഇത് പൗരാണികവും അപരിഷ്കൃതവുമാണെന്ന് പതിവ്രതകൾ പരിതപിക്കുന്നു, പരാതിപ്പെടുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ യഥാർത്ഥ വസ്തുത പ്രണയവും ലൈംഗികതയും സ്നേഹവുമാണ്. സ്നേഹം മാത്രം മതിയാകില്ല, പ്രണയം അല്പമാത്രവും പോരാ. ലൈംഗികതയെ ദൈനംദിന ജീവിതത്തിൽ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ ജീവിതം യാന്ത്രികമാകുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ വിവാഹം എന്നൊന്നില്ല. വിവാഹം എന്ന പേര് പറഞ്ഞ് നമുക്ക് ചുറ്റും നടക്കുന്നത് വ്യഭിചാരമാണ്.
ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രണയവും സ്നേഹവും ഇല്ലാതിരിക്കുക, ഭർത്താവൊഴികെ മറ്റു പുരുഷനുമായി ഭാര്യയ്ക്ക് ഇടപെടാനുള്ള അവസരമില്ലാതിരിക്കുക, ഇതൊക്കെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ദുര്യോഗമാണെന്നാണ് ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾ ഒന്നടങ്കം വാദിക്കുന്നത്. കാതര കളേബരകളായ പതിവ്രതകളുടെ നൈസർഗികമായ സൗമ്യതയും വന്യമായ മൃഗകാമനകളും വേണ്ടുവോളം ചൂഷണം ചെയ്യപ്പെടുവാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നു. പാതിവ്രത്യം ഒരു പൗരാണിക ആർഷസങ്കല്പം മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും വേദപഠന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഫ്യൂഡൽ സാമൂഹികാവസ്ഥയാണ്. പാതിവ്രത്യം സൂക്ഷിക്കുന്നവർ പതിവ്രതകൾ. പാതിവ്രത്യം അത് ഭർത്താവ് അടുത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും തരാതരം കീഴ്പ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതും വീണ്ടും ഉണ്ടാകുന്നതുമായ ഒരു സാമൂഹികാവസ്ഥയെന്നേ പതിവ്രതകൾ കാണുന്നുള്ളൂ. തികച്ചും ആപേക്ഷികമത്രേ പാതിവ്രത്യം. അത് ക്ലിപ്തം ചെയ്യപ്പെടുത്തിയവർക്ക് എപ്പോഴും അവകാശപ്പെടാവുന്നതാണെന്ന് അവർ വാദിക്കുന്നു. പൂക്കാട്ടുമൂല, പോച്ചച്ചിറ, പൊയ്യനാട്, കരിക്കിൻപുഴ, പുതുതോപ്പ് ഇവിടങ്ങളിലെ സ്ത്രീകളെല്ലാം പാതിവ്രത്യം ക്ലിപ്തം ചെയ്തവരാണെന്നതിനാലാണ് ഇവർ ഇപ്പോഴും പതിവ്രതകളാകുന്നത്. ആദാമിനെ കൊണ്ട് അത്തിപ്പഴം തീറ്റിച്ച പെണ്ണ്, പുരുഷൻ്റെ വാരിയല്ലൂരി നട്ടലുണ്ടാക്കിയിട്ട പെണ്ണ്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനത, സന്താന പരമ്പരയ്ക്ക് മക്കളെ പ്രാപിച്ച ലോത്തിൻ്റെ കഥയുള്ള സത്യവേദ പുസ്തകത്തിൻ്റെ അവകാശികൾ, അവർ പതിവ്രതകളാണ്. അണ്ടിപ്പശുക്കളായി വീട്ടിൽ ചടഞ്ഞുകൂടുന്ന ഭർത്താക്കന്മാരും പലായനത്തിനുള്ള അവസരം സ്വപ്നം കണ്ടു നടക്കുന്ന ചുണകെട്ട ആൺമക്കളും പതിവ്രതകളുടെ സ്വൈരജീവിതത്തിന് വിഘാതമാണ്. പതിവ്രതകളുടെ ഉച്ചത്തിലുള്ള സംഭാഷണവും ഒന്നും കൂസാതെയുള്ള വേഗമേറിയ ശരീരചലനങ്ങളുമാണ് ഭർത്താക്കന്മാരെ ചുണകെടുത്തി പൗരുഷം നഷ്ടപ്പെട്ട് ഇത്രയേറെ അധപ്പതിക്കാൻ കാരണമായതെന്ന് അയൽദേശക്കാർ വിലയിരുത്തുന്നു. സമ്പാദ്യശീലവും കനത്ത നിക്ഷേപവുമാണ് പതിവ്രതകളുടെ നൈസർഗിക വാസനകളെയും സ്വൈരവിഹാരത്തെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കുന്നതത്രേ. പതിവ്രതകൾക്ക് അവരുടെ പുരുഷന്മാർ നാട്ടിലുള്ളപ്പോൾ കുടുംബിനികളെന്ന നിലയിൽ സമയാസമയം എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിച്ചു മയക്കുകയേ വേണ്ടൂ. പിന്നെ അവർ മദ്യലഹരിയിൽ ചരിഞ്ഞ് മലർന്ന് ഉറങ്ങിക്കൊള്ളും. രാത്രിയിലെ നിമിഷങ്ങൾ മാത്രം ശേഷിക്കുന്ന വെറുപ്പുളവാക്കുന്ന ആ കൊച്ചു കലാപരിപാടി കൂടാതെ തന്നെ പതിവ്രതകൾക്ക് കാര്യങ്ങൾ സുലഭവും സുഭിക്ഷവുമായി നടന്നുകൊള്ളുമെന്നതാണ് കാരണം. പലായനത്തിൻ്റെ ഇടവേളകളിൽ നാട്ടിലെത്തുമ്പോൾ ഇവിടുത്തെ ബാങ്കുകൾ സമ്പാദ്യം കൊണ്ട് നിറഞ്ഞു കവിയും. ഭർത്താക്കന്മാരെ കാണാൻ ബാങ്കുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ മനോഹര ദ്രവ്യങ്ങളുമായി വീട്ടിൽ ക്യൂ നിൽക്കും. പലായനം കഴിഞ്ഞെത്തിയവർക്കെല്ലാം തൃപ്തിയായി, ജീവിതം തന്നെ അർത്ഥവത്തായി. മക്കളുടെ രൂപത്തിൽ സ്ഥിരനിക്ഷേപം സ്വരൂപിച്ചവർ വളരെ ചുരുക്കം ചിലർ മാത്രം. എന്നാൽ തങ്ങളുടെ തരുണികളായ പ്രിയ മക്കളെ അന്തസ്സുറ്റ ജോലിയുള്ള ചെറുപ്പക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഇന്നിവർ. മക്കൾക്ക് ഒറ്റയടിക്ക് സൗന്ദര്യവും സ്വത്തും മാന്യതയും എല്ലാം നേടാൻ പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നു. മരുമക്കൾക്ക് വിദേശത്തേക്ക് പലായനത്തിനുള്ള വിസയും ബാങ്ക് നിക്ഷേപവും മറ്റും ആകർഷകമായ പാക്കേജിൽ ഒരുക്കുന്നു. ആധുനികതയും പൗരാണികതയും വ്യക്തമാക്കുന്നതാണ് പൂർവകാല പതിവ്രതകളായ മാനമാരുടെ വീടുകളും വേഷവിധാനങ്ങളും. ഉയർന്ന കൂരകളുള്ള ഇരുനില കെട്ടിടങ്ങളാണ് അധികവും. ഇവിടെ പതിവ്രതകളുടെ ഒട്ടുമിക്ക വീടുകളും ചിമ്മിനിയോട് കൂടിയവയാണ്. ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും പന്നിയുടെയും പോത്തിൻ്റെയും ഇറച്ചിയുടെ മണം ചിമ്മിനിക്കുഴലിലൂടെ നാട് മുഴുവനും നാസാരന്ധ്രം തുളച്ചുകൊണ്ട് കറങ്ങി നടക്കും. മാനമാരും പതിവ്രതകളും കന്യകമാരും വസ്ത്രധാരണത്തിൽ തദ്ദേശീയരിൽ നിന്നും വ്യത്യസ്തമാണ്. ബഹുവർണ്ണത്തിലെ ലുങ്കികളിൽ വലിയ പൂക്കളും ബുദ്ധൻ്റെ രൂപവും ചൈനീസ് വാസ്തുശില്പങ്ങളും നീണ്ടു വളഞ്ഞ ചുണ്ടൻ വള്ളങ്ങളും ഒക്കെ ഉണ്ടാകും. ഇടുപ്പു കഴിഞ്ഞ് നീണ്ട് കോളറില്ലാത്ത കഴുത്ത് നന്നേ ഇറക്കി വെട്ടിയ വർണ്ണാഭമായ ബലൂൺ തുണിയിലെ ബ്ലൗസുമാണ് മാനമാരുടെയും വീട്ടിലെ വേഷം. ഇത്തരം വേഷം ധരിക്കുന്നവരെ ലണ്ടൻ മാന, സിംഗപ്പൂർ മാന, മലേഷ്യൻ മാന, അമേരിക്കൻ മാന എന്നിങ്ങനെ വിളിക്കുന്നു. എന്നാൽ ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ പതിവ്രതകളും മാനമാരുമൊക്കെ നിതംബവും തുടയും വരെ തെളിഞ്ഞു കാട്ടുന്ന ശരീരത്തോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ലെഗിൻസും ചുരിദാറും ഒക്കെയായി വേഷം.
പതിവ്രതകളുടെയും കന്യകമാരുടെയും ദിനചര്യകൾ മറ്റെവിടത്തെയും പോലെയല്ല ഇവിടങ്ങളിൽ. ആർഷവും പൗരസ്ത്യവും പാശ്ചാത്യവുമായ സംസ്കാരങ്ങളുടെ മഹാസമന്വയമെന്നേ പറയേണ്ടു. പ്രഭാത സ്നാനകർമ്മം കഴിച്ച് ദർശനത്തിന് പോകുന്നവരും കഴുത്തും മുഖവും കൈയും കാൽപാദവും പിന്നെ അരയ്ക്ക് താഴെ സ്വകാര്യ ഭാഗവും വെടിപ്പാക്കി മുഖകാന്തിക്ക് വേണ്ട സുഗന്ധലേപനങ്ങളും മറ്റും പൂശി തിരുക്കർമ്മങ്ങൾക്ക് പോകുന്നവരും. ഇത്തരം ക്രിയകളെ സല്ലാപ സംക്രമണ വേളകളിലും അതിനുശേഷവും ഇവർ ചെയ്യുന്നുള്ളൂ. വിശ്വാസം ആണ്ടുകുർബാനയിലും പൂക്കാട്ടുമൂല ക്ഷേത്ര ഉത്സവ പൊങ്കാലയിലും ഒതുക്കുന്നു മാതകമതികളായ പതിവ്രതകൾ. നഗരത്തിലും നാട്ടിലും സർക്കീട്ട് കഴിഞ്ഞ് മടങ്ങും വഴി താന്താങ്ങളുടെ പ്രിയപ്പെട്ട നീലക്കണ്ണുള്ള ബുർലിസ്കോണി, സർക്കോസി, ചോട്ടാരാജ്, ടോഡി, ദാവൂദ് തുടങ്ങിയവരെ കൂടെ രഹസ്യമായി കൂട്ടുന്നു. സല്ലാപ അറയിലും പിന്നെ കൈലാസം ഇളക്കിമറിക്കാനുള്ള ആസക്തിയോടെ കിടപ്പറയിലും വരെ. വികാരപരവശകളായി പരപുരുഷനിലെ കായബലത്തിൽ വിലയം കൊള്ളുമ്പോൾ കുടുംബജീവിതം വിസ്മരിച്ച് തങ്ങളുടെ സ്വന്തം പുരുഷന്മാരുടെ മരുപ്പച്ച തേടിയുള്ള പലായനം പാതി വഴി എത്തിയിട്ടുണ്ടാകില്ല. ബ്രിട്ടീഷുകാരുടെ ഉച്ചാരണ ശുദ്ധിയോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന മാനമാരും പതിവ്രതകളും കന്യകമാരും ആണ്ടവൻപാറ രാജ്യത്തല്ലാതെ മറ്റെവിടെയും കാണാനാകില്ല. ഇവിടുത്തെ കാരുണ്യമാതാ കോൺവെൻറ്റിലെ ഇംഗ്ലീഷ് മീഡിയം 10ാം തരം വരെയുള്ള പഠനം മതി ഭാഷയും മറ്റ് തീന്മേശാരീതികളും മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള വിദേശ പലായന സംസ്കാരം നിലനിർത്താൻ. സുഗന്ധി നദിയുടെ തീരങ്ങളിലെ മണിമാളികകളിൽ രാത്രിയായാൽ വെളുക്കുവോളം നിരന്തരം ടെലിഫോൺ മണികൾ മുഴങ്ങുന്നു. എല്ലാം വിദേശ കോളുകൾ. ചിലത് സ്റ്റേറ്റ്സിൽ നിന്ന്, മറ്റു ചിലത് യൂറോപ്പിൽ നിന്ന്, ഇപ്പോൾ മിക്കതും ഗൾഫിൽ നിന്നും. ഇവിടുത്തെ പതിവ്രതകളുടെ മിടുക്കൊന്നുകൊണ്ട് മാത്രം ഇവിടെ കാമുകി കാമുകന്മാരുടെ ഒളിച്ചോട്ടം, സ്ത്രീപീഡനം, ഉഭയകക്ഷി സമ്മതമുള്ളതിനാൽ തുടങ്ങിയ കേസുകൾ നന്നേ കുറവാണ്. ഗർഭം അലസിപ്പിക്കൽ രേഖകളും കണക്കുമില്ല. തരുണികളുടെ ഋതുമതി കല്യാണം വളരെ പ്രസിദ്ധമാണ്. ഏത് വീട്ടിലെ പെൺകുട്ടിയാണെങ്കിലും വയസ്സറിയിച്ചാൽ പിന്നെ നാട്ടിലെ സകലമാന സ്ത്രീകളും ഒരാഴ്ചത്തേക്ക് ആ വീട്ടിലാണ് മുഴുവൻ സമയവും. രാവും പകലും നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളാണ്. വിവിധ ഇനം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനിടെ നീലക്കണ്ണന്മാരോടൊത്തുള്ള ധീര സല്ലാപ കഥകൾ പങ്കുവയ്ക്കുന്നതിനുള്ള അവസരമായി ഈ ദിനങ്ങൾ മാറുന്നു. 7ാം നാൾ ഋതുമതിക്കാരിയെ സാരി ഉടുപ്പിക്കുന്നു. സാരി ഉടുപ്പിക്കുക എന്നാൽ ഇവിടുത്തെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ മഹോന്നതമായ ഒരു തുടക്കം തന്നെയാണ്. തിരണ്ടു കല്യാണം അങ്ങനെ കായലും കടലും കടന്ന് ഗോളാന്തര വാർത്തയാകുന്നു. സാരിക്ക് പകരം ചുരിദാറും ലാച്ചയും ജീൻസും മറ്റുമാണ് ഇന്ന് തരുണികളെ ഉടുപ്പിക്കുന്നത്. കാമനകളുടെ കാൽപ്പനിക ഭാവം മാത്രമാണ് ഇവിടുത്തെ പതിവ്രതകൾ പുരുഷന്മാരോട് പ്രണയസല്ലാപരൂപേണ കാണിക്കുന്നതത്രേ. പതിവ്രതകളുടെ ഈ മാദക ഉന്മാദ ജീവിതത്തെ ഭോഗവേദാന്തമായി തെറ്റിദ്ധരിക്കുന്നവരാണ് മറ്റു ദേശക്കാരധികവും. എന്നാൽ ഭാര്യയുമൊത്ത് വിശ്രമജീവിതം ആഗ്രഹിച്ച് പലായനം മതിയാക്കിയ പുരുഷന്മാരെ പതിവ്രതകൾ ഇപ്രകാരം പരിഹസിക്കും: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ താലോലിക്കുക, രതിസങ്കേതങ്ങളിൽ വൃഥാ ആക്രാന്തം കാണിക്കുക. പക്ഷേ പതിവ്രതകൾ അവർ മാത്രമായിരിക്കുമ്പോൾ ഇങ്ങനെ പാടുന്നു: കാന്താ തൂകുന്നു തൂമണം, കാന്താ തൂകുന്നു തൂമണം. ഒരു ദൈവവിളി എന്ന പോലെ പലായനത്തിൻ്റെ മാർഗം പിന്തുടർന്ന ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്നാട്ടിൽ പ്രഹസനത്തിന് സഫാരി സ്യൂട്ടും കോട്ടുമിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്രവാസികാര്യ മന്ത്രിയായി. കരിക്കിൻ പുഴ, പൂക്കാട്ടുമൂല, പോച്ചച്ചിറ, പൊയ്യനാട് തീരങ്ങളിലേക്ക് ഒഴുകുന്ന വിദേശ പണത്തിൻ്റെ വരവിനെയും ധനസ്ഥിതിയെയും കുറിച്ച് പഠിക്കാൻ പ്രത്യേക സാമ്പത്തിക കാര്യാലയം നിലവിൽ വന്നു. ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് തുല്യമായ വൃത്തിഹീനമായ അരണ്ട അന്തരീക്ഷം, അറപ്പുളവാക്കുന്ന പ്രാകൃത ദൃശ്യങ്ങൾ, ഈ വകകളൊക്കെ മാറ്റിമറിച്ച് വെട്ടവും വെളിച്ചവും വികസനവും വേഗവും സുഗന്ധവും കൈവരിച്ചത് പതിവ്രതകളുടെ സമ്പാദ്യശീലം ഒന്നുകൊണ്ട് മാത്രമെന്ന ബോധ്യം സർക്കാരുകൾക്കും വന്നു. കരിക്കിൻ പുഴയിലെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പള്ളിത്തിരുനാളിൻ്റെ തലേന്ന് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ തമിഴനായ ആർച്ച് ബിഷപ്പ് പ്രസംഗമധ്യേ ചരിത്രം എന്നതിനു പകരം
ചാരിത്രം എന്തെന്നറിയാത്തവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറഞ്ഞത് പള്ളിയിൽ തിങ്ങി നിറഞ്ഞു നിന്ന പതിവ്രതകൾ കൂടി ഉൾപ്പെട്ട വിശ്വാസികളിൽ വല്ലാത്ത ആശ്വാസം നൽകിയത്രേ. കുടുംബിനികളായ പതിവ്രതകളുടെ പെരുമ അരമന വരെ എത്തിയതിൽ പതിവ്രതകൾ അതിയായി സന്തോഷം പ്രകടിപ്പിച്ച് ബിഷപ്പിന് കൂടുതൽ നേർച്ചയും കാഴ്ചവസ്തുക്കളും നൽകി ആദരിച്ചു. ചില കുടുംബിനികളുടെ പാതിവ്രത്യം നിലനിർത്താൻ ഇന്നാട്ടിലെ ഇടവക വികാരികളായ പാതിരിമാർ നൽകുന്ന സേവനം കൂടി കണക്കിലെടുത്ത് ക്രിസ്തീയ സഭയുടെ കാനോൻ നിയമത്തിലെ പ്രത്യേക വകുപ്പ് പ്രകാരം പതിവ്രതകളുടെ പിഴകൾക്ക് ഇളവ് നൽകുന്നുവെന്ന വാർത്ത വിശ്വാസികൾ ആദരവോടെ കേട്ടിരുന്നു. കൂടുതൽ നേർച്ചയും കാഴ്ചയും നൽകുന്നവർക്ക് കൂടുതൽ പാപമന്നിപ്പ് എന്ന പഴയകാല സഭയുടെ നിയമം ബിഷപ്പ് പുനഃസ്ഥാപിച്ചു. എക്കാലത്തെയും വലിയ നേർച്ചപ്പണവുമായി ആർച്ച് ബിഷപ്പ് നാടുവിട്ടു. ഭക്തിനിർഭരമായി ബിഷപ്പിൻ്റെ പ്രസംഗം കേട്ടിരുന്ന വൃദ്ധരായ മാനമാരുടെയും ലോലമാനസരായ പുരുഷന്മാരുടെയും തിരുനാളുകളെക്കുറിച്ചുള്ള പോയകാല നിனைവുകളും വർണ്ണവിസ്മയങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും ബിഷപ്പിൻ്റെ പ്രസംഗം അപ്രസക്തമാക്കി. സുഗന്ധി നദിയുടെ കരയിലെ കഥകൾ പൊതുജന ശ്രദ്ധയിലെത്തിക്കുന്ന സെർവരെ എന്ന നാടക സംഘം ഒരിക്കലും തങ്ങളുടെ പതിവ്രതകളുടെയും കന്യകമാരുടെയും വിഷയങ്ങൾ തെരുവ് നാടകങ്ങൾക്ക് കഥയാക്കാറില്ല. തങ്ങളുടെ പതിവ്രതകളെക്കുറിച്ച് ഇവർ ഊറ്റം കൊള്ളുന്നതായും അറിവില്ല. ഈ കിഴക്കൻ നദിക്ക് സുഗന്ധി നദിയെന്ന് പേര് കിട്ടാൻ 2 കാരണങ്ങളാണ് ഇവിടുത്തെ മാനമാർ പറയുന്നത്. പണ്ട് ഈ നദിയുടെ ആൾവാസമില്ലാത്ത കരകളിൽ കയറും കയറുൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതിനായി തൊണ്ട് അഴുക്കാനിട്ട വകയിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സൾഫറിൻ്റേതുപോലുള്ള രൂക്ഷഗന്ധം മൺസൂൺ കാലമായ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നാസാരന്ധ്രങ്ങൾ തുളച്ചു കയറുമായിരുന്നത്രേ. അതിനാലാണ് സുഗന്ധി നദിയെന്ന് പേര് ലഭിച്ചതെന്നത് ഒരു കഥ. മറ്റൊരു കഥ, പേരുകേട്ട ഒരു പതിവ്രതയുടെ കന്യകയായ മകൾ വിവാഹം കഴിച്ച് ലണ്ടനിൽ പോയി കുറച്ചു വർഷങ്ങൾ യൂറോപ്യൻ സംസ്കാരത്തിൽ ജീവിക്കാനുള്ള അവസരം പൗരുഷമൊത്ത ചെറുപ്പക്കാരൻ നൽകിയത്രേ. അവനിലും തൃപ്തി വരാതെ അനുരാഗവിവശയായ കൊച്ചുസുന്ദരി നാട്ടിൽ മടങ്ങി വന്നു തൻ്റെ പഴയകാല കാമുകനൊപ്പം ജീവിക്കാൻ. ഒരു കാലത്ത് തരുണികളെയും പതിവ്രതകളെയും ആവേശം കൊള്ളിച്ച തൻ്റെ ആ കാൽപന്ത് കളിക്കാരൻ ഏതോ പതിവ്രതയുടെ അണ്ടിപ്പശുവായി അധപ്പതിച്ച് മദ്യപിച്ച് പെരുവഴിയിൽ കിടക്കുന്നു. ഇതറിഞ്ഞ് മനംനൊന്ത് സർവ്വസുഗന്ധ സൗന്ദര്യ വസ്തുക്കളും ശരീരത്തിലണിഞ്ഞ് ഈ നദിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. അതിനാൽ സുഗന്ധി നദിയെന്ന് പേര് കിട്ടിയെന്നത് 2ാമത്തെ കഥ. ഇവിടെ പതിവ്രതകൾക്ക് പ്രായാധിക്യം തോന്നിയാൽ അത്തരം സ്ത്രീകളെ പോർച്ചുഗീസ് ഭാഷയിൽ ആൻറ്റി എന്ന അർത്ഥം വരുന്ന മാന എന്ന് ബഹുമാന പുരസ്സരം തദ്ദേശീയരും അന്യദേശക്കാരും വിളിക്കുന്നു. മാനമാർ പൊതുവെ വിശ്രമ ജീവിതമാണ് നയിക്കുന്നത്. അമ്പലവും പള്ളിയുമൊക്കെയായി പുതുതലമുറയ്ക്ക് വഴിമാറുന്നു. വയസ്സായ കണിക്കൊന്ന പോലെ, പൂവും ഇലയും കൊഴിഞ്ഞ വൃക്ഷം പോലെ സ്ത്രീകളുടെ മുഖത്തെ ചായവും തിളക്കവും മാഞ്ഞ് അനാകർഷകമായി തോന്നുന്നു. അതാണ് ഇന്നത്തെ മാനമാരുടെ അവസ്ഥ. പലായനം മതിയാക്കി മടങ്ങി വന്ന പുരുഷന്മാർ വിശ്രമ ജീവിതകാലത്ത് മാനമാർക്കൊപ്പം ചേർന്ന് നടക്കുന്നു. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള കനത്ത പെൻഷനാണ് വൃദ്ധ ദമ്പതികളുടെ വരുമാനം. പലായനത്തിൻ്റെ അർത്ഥവും ധർമ്മശാസ്ത്രവും തുടക്കവും ഒടുക്കവും ഇങ്ങനെയാണെന്ന് ധനതത്വശാസ്ത്രജ്ഞർ ഉറപ്പുവരുത്തുന്നു. എന്നാൽ പതിവ്രതകൾക്ക് ഇന്നുള്ള വെല്ലുവിളി പുതിയ കാല കന്യകമാർക്കില്ല. കന്യകമാരുടെ മാതാപിതാക്കൾക്കുമില്ലത്രേ ആശങ്കകൾ. കാരണം കന്യകമാർ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയാണ് പ്രണയസല്ലാപങ്ങൾ നടത്തുന്നത്. അവരുടെ രാസലീലകൾ സോഫ്റ്റ്വെയറിലാണ്. അവർ സേഫ് ഡിസ്റ്റൻസിലാണ്. അവർ സുഗന്ധി നദിയുടെ കരയിലിരുന്ന് അമേരിക്കയിലും യൂറോപ്പിലും സിംഗപ്പൂരിലും വെബ്സൈറ്റിൽ കാമുകന്മാരുമൊത്ത് ഡേറ്റിങ്ങിനിറങ്ങുന്നു. ഫേസ്ബുക്കിൽ പ്രണയിക്കുന്നു. വാട്സപ്പിൽ ദീർഘനേര സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. സ്കൈപ്പിൽ വിവാഹാലോചന നടത്തുന്നു. വൈബറിൽ ബന്ധം തുടരുന്നു. മാതാപിതാക്കളുടെ സമ്മതത്തോടെ ട്വിറ്ററിൽ വിവാഹിതരാകുന്നു. ടാങ്കോയിൽ ഉല്ലസിക്കുന്നു. ആമസോൺ വഴി കുട്ടികളെ വിലയ്ക്ക് വാങ്ങുന്നു. പേപ്പൽ വഴി പണമടയ്ക്കുന്നു. ഭർത്താവിന് മതിയാകുമ്പോൾ ഈബേയിൽ വിൽപ്പനയ്ക്കിടുന്നു. പക്ഷേ കാമിനിമാർക്കും കന്യകമാർക്കും പതിവ്രതകളായ അവരുടെ അമ്മമാരെ കുറിച്ചാണ് ആശങ്കകൾ അത്രയും.
കാരണം പതിവ്രതകൾ ഇപ്പോഴും ഫുൾ കോണ്ടാക്റ്റിലും ഹാർഡ്വെയറിലുമാണെന്നതുകൊണ്ടുണ്ടാകാനിടയുള്ള അപകടങ്ങൾ യുവതലമുറയെ അലോസരപ്പെടുത്തുന്നു. എന്നാൽ പതിവ്രതകൾ അവർ എന്തിനും ഏതിനും അറപ്പുമാറിയവരാണ്. നിരവധി അപകടങ്ങൾ തരണം ചെയ്തവരാണ്. തങ്ങൾ പതിവ്രതകൾക്കുള്ള ധൈര്യം പുതുതലമുറയ്ക്ക് ഇല്ലെന്നാണ് അവരുടെ വാദം. ഇങ്ങനെയൊക്കെയല്ലെങ്കിൽ നാളെ ഒരിക്കൽ പതിവ്രതകളെല്ലാം നൈരാശ്യത്തിൽ വീണുപോകും. ഒരുപക്ഷെ അത് സ്വയം വരുത്തുന്നതുമാകാം, അല്ലെങ്കിൽ കാലദോഷം കൊണ്ടുമാകാം, അതുമല്ലെങ്കിൽ ബാഹ്യ നിമിഷങ്ങളിൽ നിന്നുമാകാം. എങ്ങനെയായാലും പതിവ്രതകൾ വിഷാദത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് നിപതിക്കും. ഈ സ്വാഭാവിക പലായനം സമ്മാനിച്ച ദിനരാത്രങ്ങളുടെ മൂകതയിൽ അവരുടെ കിടക്കകളിൽ കമിഴ്ന്നു കിടന്ന് അവർ അനുഭവിക്കുന്ന ഏകാന്തത പോലെ അവർ ഉന്മൂലനാശത്തിലേക്ക് വഴുതി വീഴുമെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. എന്നാൽ പതിവ്രതകളെയും കന്യകമാരെയും കുറിച്ച് ആകുലചിത്തരായ ഒരു വിഭാഗം ഈ നദീതീരങ്ങളിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്നു. ഈ രാജ്യത്തെ കന്യാലയങ്ങളിലെ കുറേ കന്യാസ്ത്രീകളും വാർദ്ധക്യം ബാധിച്ച മാനമാരും പലായനം മതിയാക്കി വിശ്രമിക്കുന്ന അപ്പാപ്പന്മാരും മുട്ടിപ്പായി പതിവ്രതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലർ ലക്ഷ്മി പൂജ നടത്തി കീർത്തനം പാടുന്നു. കുറേ പേർ പരമകാരുണികനോട് കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഞങ്ങളുടെ പതിവ്രതകളെയും കന്യകമാരെയും കാത്തുകൊള്ളേണമേ, അവരുടെ മേൽ ദൈവകോപമുണ്ടാകരുതേ. പതിവ്രതകൾക്കെതിരായി പ്രകൃതി നിയമം നടപ്പാക്കരുതേ. ഞങ്ങളുടെ പതിവ്രതകളെയും കന്യകമാരെയും കാത്തുകൊള്ളേണമേ, അവരുടെ മേൽ ദൈവകോപമുണ്ടാകരുതേ. അവരുടെ മേൽ ദൈവകോപമുണ്ടാകരുതേ.